മലയാള സിനിമയുടെ ചരിത്രത്തിൽ കഥ പറയുന്നതല്ല, കഥ അനുഭവിപ്പിക്കുന്ന ചില സിനിമകളുണ്ട്. അവയിലൊന്നാണ് ഭരതന്റെ വൈശാലി. പുരാണത്തിന്റെ നിശബ്ദതയും മനുഷ്യന്റെ വികാരങ്ങളുടെ കൊടുങ്കാറ്റും ഒരേ ഫ്രെയിമിൽ പകർന്നു നിൽക്കുന്ന ഒരു ദൃശ്യകാവ്യം. എം.പി. വാസുദേവൻ നായർ കഥയായി എഴുതിയതിനെ ഭരതൻ ഒരു ചിത്രമായല്ല, ഒരു ഭാവമായി മാറ്റി. വർഷങ്ങളായി മഴ പെയ്യാത്ത, വരൾച്ചയേറ്റ ഒരു രാജ്യം, ദാഹിക്കുന്ന ഭൂമി, പ്രാർത്ഥനകൾ മാത്രം ശേഷിച്ച ജനത. ആ രാജ്യം രക്ഷിക്കാനായി നിയോഗിക്കപ്പെടുന്നത് ഒരു നർത്തകിയെ, വൈശാലിയെ. അവളുടെ ദൗത്യം മഴ കൊണ്ടുവരികയാണ്, പക്ഷെ അവളുടെ യാത്ര അവളെ തന്നെ കണ്ടെത്തുന്നതിലേക്കാണ്. വൈശാലി ഒരു സ്ത്രീ കഥാപാത്രമല്ല, അവൾ ഒരവസ്ഥയാണ്. ത്യാഗത്തിന്റെയും ആഗ്രഹത്തിന്റെയും അടിയന്തരമായ ഒരു സംഘർഷം. കടമ നിറവേറ്റേണ്ടവളായിട്ടും ഹൃദയം നിഷേധിക്കാനാകാത്ത ഒരു മനുഷ്യ ആത്മാവ്. ഭരതന്റെ ക്യാമറ അവളെ നോക്കുന്നത് ശബ്ദമില്ലാതെ, വിധിയില്ലാതെ. ഓരോ ഫ്രെയിമിലും നിശബ്ദത സംസാരിക്കുന്നു. കണ്ണുനീർ പോലും അവിടെ അലങ്കാരമല്ല, അത് അർത്ഥമാണ്. വൈശാലിയിലെ പുരുഷ കഥാപാത്രങ്ങൾ പോലും നല്ലതും ചീത്തയും എന്ന ലളിതമായ വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്. അവരോരോരുത്തരും അവരുടെ അവസ്ഥകളാണ്. ശക്തിയും ദൗർബല്യവും ഒരേ സമയം വഹിക്കുന്ന മനുഷ്യർ. എം.ബി. ശ്രീനിവാസന്റെ സംഗീതം പശ്ചാത്തലമല്ല, അത് കഥയുടെ ശ്വാസമാണ്. മഴയ്ക്കു മുമ്പുള്ള ആദ്യ കാറ്റുപോലെ. പാട്ടുകൾ ആലപിക്കപ്പെടുന്നില്ല, അവയവിടെ സംഭവിക്കുന്നു. സംഭാഷണങ്ങൾ കുറവാണ്, പക്ഷെ പറയുന്നത് അനന്തമാണ്. വൈശാലിയിൽ മഴ പെയ്യുമ്പോൾ ആനന്ദമല്ല, ഒരു വിലയുണ്ട്. ആ വിലയാണ് ഈ സിനിമയെ സാധാരണ പുരാണ കഥയിൽ നിന്ന് മലയാള സിനിമയിലെ ഒരു മനുഷ്യ ദുഃഖകാവ്യമായി മാറ്റുന്നത്. കാലം മുന്നോട്ടുപോയി, സാങ്കേതികതകൾ മാറി, പക്ഷെ വൈശാലി ഇന്നും അതേ നിശബ്ദതയോടെ നമ്മെ നോക്കി നിൽക്കുന്നു. കാരണം വൈശാലി ഒരു കാലഘട്ടത്തിന്റെ സിനിമയല്ല, അത് മനുഷ്യ മനസ്സിന്റെ എന്നേക്കുമായി തുടരുന്ന ഒരു മഴക്കാത്തിരിപ്പാണ്.